ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചുരിദാറിലും പിന്നെ ഫ്രോക്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ആപ്ലിക് വർക്കാണ്. അതിന് വളരെ വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ ചുരിദാറിൽ ചെയ്യാൻ പോകുന്നത് ആ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് നമ്മളിതാ ഇങ്ങനെ പേപ്പർ കട്ടിങ് ചെയ്തെടുക്കുക. കാരണം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതിനെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ വേറൊരു ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരേ ഷേപ്പിൽ ഫ്ലവേഴ്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഈ ആപ്ലിക് വർക്ക് കാണിക്കുന്നത് നോർമലായിട്ടുള്ള വേഷ്ടി സാരി പോലെയുള്ള ഡ്രസ്സിലാണ്. ഇത് ഞാനൊരു ചുരിദാർ ടോപ്പ് തുന്നാച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പകുതി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് ആപ്ലിക് വർക്ക് കാണിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിന് ഡിസൈൻ കൊടുക്കാനും ഇതുപോലെ കുട്ടികളുടെ ഫ്രോക്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകള് നമുക്ക് ഡിസൈനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുത്ത് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് വെച്ച് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നിങ്ങളും ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. ഇപ്പൊ അതൊരു ഫ്ലവറിന്റെ ഷേപ്പായി. ഇതിനെ ഒട്ടിച്ചെടുക്കാനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതാ ഫാബ്രിക് ഗ്ലൂ ആണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്ലോത്തോട് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഫ്ലവേഴ്സ് മാത്രമല്ല, നമ്മൾ ഏത് ഷേപ്പാണോ ഇങ്ങനെ പേപ്പർ കട്ടിങ് ചെയ്തെടുക്കുന്നത് ആ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ ഡിസൈൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യാം. ഇങ്ങനെ വെച്ച് നമുക്ക് ഇത് ഉണങ്ങാനായി അരമണിക്കൂർ കാത്തിക്കാം. ഇതിപ്പോ ചുരിദാറിന്റെ ഫ്രണ്ട് പാർട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സൈഡിൽ ഡിസൈനും മറ്റൊരു സൈഡിൽ മുന്താണിയുടെ ഭാഗമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ വെറൈറ്റി തിങ്ക് ചെയ്ത് വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും നോക്കി അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.